സമൂഹമാധ്യമങ്ങളിലെ വീഡിയോയിലൂടെയും വിവാദങ്ങളുടെയും മലയാളികൾക്ക് ഏറെ പരിചിതനാണ് തുപ്പി എന്ന നിഹാദ്. പലപ്പോഴും വിവാദങ്ങളും മോശം പരാമർശങ്ങളും കാരണം പലതരത്തിലുള്ള വിമർശനങ്ങളും തൊപ്പി നേരിടാറുണ്ട്. തൊപ്പിയുടെ മുൻ കാമുകി എന്ന പേരിൽ സോഷ്യൽ ഇൻഫ്ലുവൻസർ ഫസിമ സാക്കറും ഏവർക്കും സുപരിചിതയാണ്. കഴിഞ്ഞ കുറച്ച് നാളായി ഫസിനിമയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് സോഷ്യൽ മീഡിയ ചർച്ചാ വിഷയം. തന്നെ ഭർത്താവ് ചതിച്ചു എന്നാണ് ഫസിലിമ അവകാശപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട സ്ക്രീൻഷോട്ടും വോയിസുമെല്ലാം ഫസിലിമ പുറത്തുവിട്ടു. എന്നാൽ സത്യം അതല്ലെന്നും ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് താൻ ഫസിലിമയെ നിക്കാഹ് ചെയ്തത് പോലും എന്ന് പറയുകയാണ് ഭർത്താവായ ലല്ലു ഇപ്പോൾ. ഫസിലിമയിലുള്ള നിക്കാഹിനോട് എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഒരു താല്പര്യവും ഇല്ലാതാണ് കല്യാണം കഴിച്ചതെന്ന് ഓരോ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട്. ടൈം പാസ് പോലുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു. തുപ്പിയുമായി തെറ്റിയ സമയത്ത് ഫൈസി ജോയിൻ്റൊക്കെ വലിച്ച് നടക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ നാട്ടിൽ വന്നത്. അതും 5 വർഷത്തിന് ശേഷം. എനിക്കും ഇവരുടെ വിഷയങ്ങളൊന്നും അന്ന് അറിയില്ലായിരുന്നു. ക്വീൻസ്‌വേലിൽ വെച്ചാണ് ഇവളെ ഞാൻ ആദ്യമായി കാണുന്നത്. ഇവൾ തന്നെയാണ് എല്ലാ വിവരങ്ങളും പറഞ്ഞു തന്നതും. തുടക്കം അങ്ങനെയായിരുന്നു. തൊപ്പിയെക്കുറിച്ച് ഇവൾ പലതും പറയുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കറങ്ങാൻ പോകുന്നതെല്ലാം തുടങ്ങി. ഒരു ദിവസം ഫസി ചോദിച്ചു, "ഒരു വീഡിയോ എടുക്കാമോ?" എന്ന്. ഞാനത് സമ്മതിക്കുകയും ചെയ്തു. വീഡിയോ എടുത്ത ശേഷമാണ് ഇവൾ പറഞ്ഞത്, "നമ്മൾ തമ്മിൽ റിലേഷൻ റിവീൽ ചെയ്തു എന്ന്." "എന്ത് റിലേഷനാണ് നമ്മൾ തമ്മിലുള്ളത്?" ഞാൻ അവളോട് ചോദിച്ചു. "അന്ന് റിലേഷനില്ല." ഇവൾ അതിലേക്ക് എന്നെ തള്ളിയിടുകയായിരുന്നു. "കെട്ടിയില്ലെങ്കിൽ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. ഇവർക്ക് ലോക്കൽ ബോയ്സ് ഗ്യാങ് ഉണ്ട്. എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവരെ വെച്ച് തല്ലിക്കും. റൂമിൽ കൊണ്ടുപോയി ഒരുപാട് തവണ അടിയായി. മുമ്പ് എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അന്ന് എൻ്റെ ഉമ്മയും ഉപ്പയും ഒരുപാട് ബുദ്ധിമുട്ടി. അങ്ങനെയാണ് എന്നെ ഗൾഫിലേക്ക് അയച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തരം റിലേഷൻഷിപ്പ് കേസുകൾ എടുക്കാൻ തലയിൽ വെക്കാനോ ഒന്നും എനിക്ക് താല്പര്യമില്ലായിരുന്നു. നിക്കാഹിൻ്റെ തലേദിവസം എൻ്റെ താല്പര്യക്കുറവ് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ അവൾ എൻ്റെ വീട്ടിൽ വിളിച്ച് വീഡിയോ ചെയ്യുമെന്നെല്ലാം പറഞ്ഞ് പ്രശ്നമുണ്ടാക്കി. ആ ഭീഷണി കാരണം വഴങ്ങി. അന്ന് രാത്രി ഞാൻ പോയി നിക്കാഹിനുള്ള ഡ്രസ്സ് പോലും എടുത്തത്. എനിക്കൊരു താല്പര്യമില്ലാതാത്ത ബന്ധമായിരുന്നു. ഫസ്നിമയുടെ സുഹൃത്ത് കഴുത്തിൽ കത്തിവെച്ചും ഭീഷണിപ്പെടുത്തിയിരുന്നു. നിക്കാഹിന് ശേഷം 3 മാസം നല്ല അടിപൊളിയായി പോയിരുന്നു. അതിനിടെ ഷൈൻ ടോം ചാക്കോയുടെ മുൻ കമ്പനി തനിയുമായി ഇവൾ കോൺടാക്ട് വെച്ചു. അത് പറ്റില്ലെന്ന് ഞാൻ ഫസിയോട് പറഞ്ഞു. തലയിൽ തട്ടമിടണമെന്നും എല്ലാം ഞാൻ പറഞ്ഞിരുന്നു. ഇതെല്ലാം ഫസി ആദ്യം അനുസരിച്ചു. പിന്നീട് ഒരു ദിവസം ഇവൾ തനൂജയെ കാണാൻ പോകുമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു. അതും രാത്രി 11 മണിക്ക്. ഞാൻ വിലക്കി. അപ്പോഴും ഇവൾ പോലീസിൽ വിളിച്ച് ഭർത്താവ് വീട്ടുതടങ്കലിലാക്കിയെന്ന് പരാതി പറഞ്ഞു. 11 മണിക്ക് വീട്ടിൽ നിന്ന് പോയ പെൺകുട്ടി ഒറ്റയ്ക്ക് പുറത്തുപോകാൻ എൻ്റെ മാതാപിതാക്കളൊന്നും സമ്മതിക്കില്ല. പക്ഷേ എല്ലാം എതിർത്ത് ഫുൾ ഫിറ്റായ 2 ചെക്കന്മാർ കൂടെ കാറിൽ ഇവൾ കയറിപ്പോയി. 2 ദിവസം കഴിഞ്ഞിട്ട് പോലും ഫസി വന്നില്ലെന്ന് മുൻ ഭർത്താവ് ലല്ലു സായി കൃഷ്ണയോട് പറയുന്നു.